അങ്ങനെ ഭാവനയും സൂര്യയും മാനസയും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറാൻ പോവാൻ ട്ടോ. ആ സമയത്ത് മാനസ പിന്നിൽ കയറാൻ പോകുമ്പോൾ ഭാവന തടയാൻ ട്ടോ. ഏയ് നീ അവിടെ കയറണ്ട, നീ മുന്നിൽ കയറിക്കോ. അതെന്താ ഭാവന, ഞാൻ വന്നപ്പോൾ പിന്നിലല്ലേ കയറിയത്, പിന്നെ എന്താ പ്രശ്നം? ഇത് സാധാരണ ഗർഭമല്ല എന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ, നീ മുന്നിൽ കയറിയാൽ മതി എന്ന് പറയാണ്. അപ്പോൾ മാനസ സൂര്യ എന്ന് നോക്കുന്നുണ്ട് ട്ടോ. നീ എന്നെ നോക്കണ്ട, ഭാവന പറയുന്നത് പോലെ നീ ചെയ്തോ എന്ന് പറയാൻ സൂര്യ. അങ്ങനെ ഭാവന തന്നെ മാനസയെ മുൻസീറ്റിൽ ഇരുത്താൻ ട്ടോ. ശേഷം അവൾ പിന്നിൽ കയറി ഇരിക്കുകയാണ്. ഭാവനയുടെ മുഖത്താകട്ടെ നല്ല വിഷമമുണ്ട്, പക്ഷെ അവർ ആരെയും കാണിക്കാതെ ഇരിക്കുകയാണ് ട്ടോ പിന്നിൽ. ആ സമയത്ത് മാനസ പറയുന്നത്, ഭാവന ഇതിപ്പോൾ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റിലേക്ക് പോവുകയാണല്ലോ, കാര്യങ്ങളൊക്കെ പ്രശ്നമാവുമല്ലോ. എന്താ ഭർത്താവിന്റെ സ്ഥാനത്ത് സൂര്യയുടെ പേര് എഴുതിയതാണോ പ്രശ്നമെന്ന് ചോദിക്കുക. അതെ എന്ന് മാനസ പറയാൻ. അപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല, സൂര്യയുടെ കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനത്ത് സൂര്യയുടെ പേര് തന്നെ എഴുതണ്ട, ഇനി കുറച്ച് കഴിയുമ്പോൾ തിരുത്തലൊക്കെ വേണ്ടി വരും, അപ്പോൾ യഥാർത്ഥ അമ്മയുടെ പേര് എഴുതാം. മാനസ പറയുന്നുണ്ട്, സൂര്യ ഭാവന ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സൂര്യ പറയുന്നുണ്ട്, ഇതാ പറഞ്ഞത് മുതിർന്നവരെ, ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ 3 പ്രാവശ്യമെങ്കിലും ചിന്തിക്കണമെന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സഹിക്കുക തന്നെ. ഭാവന പറയുന്നുണ്ട്, എന്തായാലും നനഞ്ഞില്ല, ഇനി കുളിച്ച് കയറാം, അല്ലാതെ എന്ത് പറയാൻ. ഇനിയിപ്പോൾ ഭാവനയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും, എല്ലാം നേരിടാൻ തയ്യാറായി നിൽക്കണം എന്ന് പറയാൻ. എന്തായാലും നീ ഇതൊന്നും ആലോചിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കരുത് മാനസ്, അത് ബാധിക്കുന്നത് നിന്നെയും കുഞ്ഞിനെയും ഒരുപോലെ ആയിരിക്കും എന്ന് പറയാം. ഇല്ല ഭാവന, ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കാം എന്ന് മാനസയും പറയാൻ ട്ടോ. എന്താ നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ പേരിൽ എന്നെ ഒരിക്കലും വെറുക്കരുത് എന്ന് മാനസ പറയാൻ. എന്തിന് ഞങ്ങൾ നിന്നെ വെറുക്കുക, നിന്റെ ഭാവി പോലും നീ ചിന്തിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ത്യാഗം തയ്യാറായി വന്നവരല്ല, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഒരിക്കലും വെറുക്കില്ല എന്ന് ഭാവന പറയാണ്. ഇനി മുതൽ നിന്റെ ഭാവി എന്താകും എന്ന് ആലോചിച്ച ടെൻഷൻ മാത്രമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഉള്ളത് എന്ന് പറയാൻ ട്ടോ സൂര്യ. അങ്ങനെ അവർ വീട്ടിലെത്തുകയാണ്. അവർ വന്നിറങ്ങുന്നത് കാത്തു നോക്കി നിൽക്കുകയാണ് ട്ടോ ജയ. അവൾക്ക് മാനസ മുന്നിൽ നിന്നും ഇറങ്ങുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ്. അതേസമയം ഭാവനയാട്ടെ അവളെ ഇറക്കി കൈയൊക്കെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരാൻ ട്ടോ. ഇത് കാണുന്ന ജയനിർമ്മല മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എടി ഭാവനെ, ഇനി മുതൽ മാനസയുടെ ഒരു വേലക്കാരിയാക്കി മാറ്റും നിന്നെ ഞാൻ, അതെങ്ങനെയാണ് ഞാൻ എനിക്ക് കാണിച്ചു തരാൻ മടി എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുക. പിന്നീട് അവർ സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്ത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലോ, സംശയം എന്തെങ്കിലും ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല ആന്റി, എല്ലാം അതിൻ്റെതായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, കൂടുതലൊന്നും ഡോക്ടർ ചോദിക്കാതിരുന്നത് ഭാഗ്യം എന്ന് പറയാൻ ട്ടോ ഭാവന. പിന്നീട് സൂര്യ കുറച്ച് ഗൗരവത്തിൽ തന്നെ അകത്തേക്ക് പോകും. എന്ത് പറ്റി സൂര്യക്ക്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല എന്ന് ഭാവനയും മാനസയും പറയാൻ. ശേഷം മാനസയെ വാ മോളെ എന്ന് പറഞ്ഞിട്ട് ജയ അകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് മുഖം കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജയ അടുക്കളയിലേക്ക് പോവാൻ. ആ സമയത്ത് മാനസിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരികയാണ്. ആന്റി ഞാൻ വാഷ്റൂമിൽ പോയി വരാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കൂടുകയാണ് ട്ടോ. ആ ഓക്കെ മോളെ എന്ന് പറയാൻ ട്ടോ ജയ. അങ്ങനെ അവൾ ജ്യൂസ് ഗ്ലാസ്സിൽ വെച്ചതിന് ശേഷം ടേബിൾ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് അത് അടച്ചു വെക്കുകയാണ്. അപ്പോഴാണെങ്കിലോ ഭാവന അകത്തേക്ക് വരുന്നത്. അവൾക്കും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ്. ഛർദ്ദിക്കാനോ ചുമക്കാനോ അങ്ങനെ എന്തൊക്കെയോ ഉള്ളത് പോലെ തോന്നുക. ടേബിളിൽ വന്നിട്ട് ജഗ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒട്ടും വെള്ളമില്ലായിരുന്നു. അപ്പോഴാണ് അവൾ ആ ഗ്ലാസ്സിലിരിക്കുന്ന ജ്യൂസ് കാണുന്നത്. ഭാവനയായിട്ട് പെട്ടെന്ന് തന്നെ അതെടുത്ത് കുടിക്കുകയാണ്. ആ സമയത്താണ് ജയ ഇത് കണ്ടുകൊണ്ട് വരുന്നത്. എടി ഭാവന, ഇനി എന്തായി കാണിക്കുന്നത്, മാനസിക എടുത്ത് വെച്ച ജ്യൂസ് അല്ലേ എന്ന് ചോദിക്കാൻ ട്ടോ. ഇത് കേട്ടതും ഭാവനക്ക് തരിപ്പിൽ പോവാണ്. അത് ആന്റി, പെട്ടെന്ന് ദാഹം വന്നപ്പോൾ ഞാൻ ജഗ്ഗിൽ നോക്കിയപ്പോൾ വെള്ളം കണ്ടില്ല, അതുകൊണ്ട് എടുത്ത് കുടിച്ചതാണ് എന്ന് പറയാൻ ട്ടോ. അങ്ങനെ ദാഹം വന്നാൽ ആർക്കെങ്കിലും എടുത്തു വെച്ച ജ്യൂസാണ് എടുത്ത് കുടിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴാണ് ഭാവനക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്, അവൾ ആ മറ്റാരോ ആയി കാണുന്നുണ്ടെന്ന് തോന്നലാണ്. അപ്പോൾ ഭാവന പറയുന്നത്, അതിന് ആന്റി ഞാൻ മാനസിക മറ്റൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം, അപ്പോൾ പ്രശ്നം തീർന്നില്ലേ. മാനസ് പറയാണ്, എനിക്ക് വേണ്ട ഭാവന, ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയതാ, ശരീരം ഒന്ന് ഇളകിയത് കൊണ്ടാകാം, എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറയാൻ. ഇത് കേട്ടതും ജയ, മോളെ എന്ത് പറ്റി, സൂര്യ നല്ല രീതിയിൽ തന്നെയല്ലേ വണ്ടി ഓടിച്ചിരുന്നത്, എങ്കിൽ മോള് വാ, അല്പസമയം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് മാനസയും കൊണ്ട് അകത്തേക്ക് പോവാൻ. ഭാവനയാകട്ടെ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ജയ വന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്തിനാ ഈ ജ്യൂസ് ബാക്കി വെച്ചിരിക്കുന്നത്, ഇതും കൂടി എടുത്ത് കുടിക്കുക എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഭാവന പറയാണ്, ആന്റി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം, മനസ്സിൽ ഓരോന്ന് വെച്ച് പെരുമാറിയാൽ എനിക്കത് മനസ്സിലാകില്ല. എന്റെ മനസ്സിൽ ഒന്നുമില്ല എന്ന് ജയ പറയാണ്. എനിക്ക് മനുഷ്യരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണം ഇപ്പോൾ തന്നെ എന്ന് പറയാൻ ട്ടോ ഭാവന. ആർക്കെങ്കിലും എടുത്തു വെച്ച് വെള്ളം നീ എന്തിനാ കുടിച്ചെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ജയ പറയാൻ. അങ്ങനെ ഇതുവരേക്കും ഈ വീട്ടിൽ അങ്ങനെ വേർതിരിവൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, നീയേ ഞാനേ എന്നൊന്നും, ഇപ്പോ എന്താ അങ്ങനെ എന്നൊക്കെ, മാത്രമല്ല ആന്റിയുടെ മുഖം കണ്ടല്ല അറിയാം എന്തൊക്കെയോ പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭാവന അകത്തേക്ക് പോവാൻ ട്ടോ. ജയാണെങ്കിൽ ദേഷ്യത്തോട് കൂടി തന്നെ അവളെ നോക്കി നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് റൂമിൽ ചെന്ന സൂര്യ ദേഷ്യത്തോട് കൂടിയിട്ട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആ ഫോമിൽ സൂര്യയുടെ പേര് എഴുതിയതൊക്കെ ആലോചിക്കുകയാണ്. അവർ ദേഷ്യത്തോട് നിൽക്കുന്ന സമയത്താണ് ജയ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് ചോദിക്കുകയാണ്. അമ്മ ഓരോന്നും ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ അനുഭവിക്കേണ്ടത് ഞാനാണ് എന്ന് പറയാം. എന്താടാ കാര്യം എന്ന് ചോദിക്കാം. ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ എന്തെങ്കിലും അമ്മ അറിഞ്ഞു, മാനസയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് എന്റെ പേരാണ് എഴുതിയത്. ഇത് കേൾക്കുന്നതും ജയ ചിരിക്കുകയാണ് ട്ടോ ഉള്ളിലെ. അതിനെന്താ പ്രശ്നം, ഞാൻ പറഞ്ഞു നിന്നോട് അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്റെ പേര് എഴുതാൻ, ഭാവന എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ്. അവിടെയാണ് അമ്മയ്ക്ക് തെറ്റിയത്, ഭാവന തന്നെയാണ് എന്റെ പേര് അവിടെ എഴുതിയത്, അത് എന്ത് വേണ്ടിയിട്ടാണെന്നും അവൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താടാ നിനക്ക് പ്രശ്നം.
കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാവന അങ്ങനെ ചെയ്തത്. ജയ പറയുന്നുണ്ട് ഭാവനയ്ക്ക് അവളുടെ കുറവ് എന്താണെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൾ എല്ലാത്തിനും കണ്ണു മടച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഈ രീതിയിലുള്ള ഗർഭമായതുകൊണ്ട് കുഞ്ഞിന് അത്ര ഈസി ആയിട്ട് പെട്ടെന്നൊന്നും കിട്ടില്ല. ഇതുപോലെ അല്പം വിഷമങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. മാനസ ആയതുകൊണ്ടാണ് ഇങ്ങനെ ത്യാഗത്തിന് തയ്യാറായത്. ഒന്നുമില്ലെങ്കിലും അവൾ നിന്റെ മുറപ്പെണ്ണല്ലേ എന്നൊക്കെ പറയട്ടെ ജയ. എന്തായാലും സംഭവിക്കാണെന്ന് സംഭവിച്ചു. ഇനിയെല്ലാം വരുന്നിടത്ത് കാണാം എന്ന് ജയ പറയാൻ. അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാകില്ല അമ്മ. ഇതെങ്ങാൻ പുറത്തറിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ, എന്റെ സമൂഹത്തിലുള്ള എന്റെ നിലയും വിലയൊക്കെ എന്താകും എന്ന് പറയാൻ ട്ടോ. ഇത് കേൾക്കുമ്പോൾ ജയ പുച്ഛിച്ചുകൊണ്ട് പറയാൻ, നിന്റെ നിലയും വിലയൊക്കെ എന്നാ ഉണ്ടായത്, ആരാണ് നിനക്കത് ഉണ്ടാക്കി തന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഓഹോ, ഇപ്പോൾ അതായോ അമ്മയുടെ ചോദ്യം. നിലയും വിലയും ഉണ്ടാക്കി തന്നു എന്ന് വിചാരിച്ച് എന്തും ആവാമെന്നാണോ എന്നൊക്കെ ചോദിക്കേണ്ട സൂര്യയും. എന്തായാലും ഇതങ്ങനെ പെട്ടെന്ന് തീരില്ല. അമ്മയും മാനസയും എല്ലാം തയ്യാറായി നിന്നോ എല്ലാത്തിനുമുള്ള ഉത്തരം പറയാൻ വേണ്ടി. ഞാൻ എന്തായാലും അച്ഛനോട് ഈ കാര്യം ഒന്ന് പറയട്ടെ എന്ന് പറയാൻ. ഇത് കേൾക്കുമ്പോൾ ജയ ഒന്ന് പേടിക്കാൻ, വേണ്ട നീ എന്തിനാ ഇപ്പോൾ അച്ഛനോട് പറയാൻ പോകുന്നത്, പിന്നെ അത് മതി അച്ഛന്റെ ഓരോ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ. ഇതാണ് അമ്മയുടെ പ്രശ്നം, പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയില്ല. എന്തായാലും ഭാവനയോടും അച്ഛനോടും ഞാൻ ഒന്നും മറച്ചു വെക്കില്ല എന്ന് പറഞ്ഞ് സൂര്യ അവിടേക്ക് പോവാൻ. ജയ ആട്ടെ ദേഷ്യത്തോടു കൂടി അത് നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അജയനും ഭാര്യ പ്രസീതയും ഒരു അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അജയന് പ്രസീതയോട് പറയുന്നത്, ഈ പ്രസീത ഇത് നീ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരനായിട്ട് വക്കീലൊന്നുമല്ല, വളരെ പേര് കേട്ട ഒരു വക്കീലാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പ്രസീത പറയാണ്, എന്തായാലും അനിരുദ്ധൻ പരിചയപ്പെടുത്തുന്ന വക്കീലല്ലേ, അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ സ്വഭാവം ഇതിനും കാണും എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ വരികയാണ് കേട്ടോ. ആ സമയത്ത് ഇവർ ശരിക്കും ഒന്നും എല്ലാ സംസാരവും അവസാനിച്ച് നിർത്തുക. നിങ്ങൾക്ക് എങ്ങനെ അനിരുദ്ധനെ അറിയാം എന്ന് ചോദിക്കുകയാണ് കേട്ടോ വക്കീൽ. അനിരുദ്ധനാണ് സാറെ കുറിച്ച് പറഞ്ഞതും ഇവിടേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടതും എന്നൊക്കെ പറയുന്നുണ്ട്. സർ, ഞങ്ങൾക്ക് ആണും പെണ്ണുമായിട്ടുള്ള ഒരേ ഒരു മകളാണ് മാനസ. അവളെ കുറിച്ച് കാര്യങ്ങളൊക്കെ അനിരുദ്ധൻ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്ന് ചോദിക്കാണ്ട് പ്രസീത. ആ കാര്യങ്ങളൊക്കെ അനിരുദ്ധൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ പറയുമ്പോഴല്ലേ അതിൻ്റെതായ ഗൗരവത്തിൽ എനിക്ക് എടുക്കാൻ കഴിയും. അങ്ങനെ അജയൻ പറയാണ്, ഞാനും ഫാമിലിയും വർഷങ്ങളായിട്ട് ഗൾഫിലായിരുന്നു സാറ്. പിന്നീട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയാൻ കേട്ടോ. എല്ലാം തലയാട്ടി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ വക്കീൽ. ദുബായിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാറേ എന്ന് അജയൻ അവസാനം പറയാൻ. ദുബായിലുള്ള കാര്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് ഇവിടെയുള്ള കാര്യത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്ന് വക്കീൽ പറയാൻ കേട്ടോ. അപ്പോൾ പ്രസീത പറയുന്നുണ്ട്, ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് വേണം സർ. അവളോട് ഈ പാതകം ചെയ്തവർ ആരാണെങ്കിലും അവർക്ക് അതിനുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം സർ എന്ന് പറയാണ്. അത് ഭാവനയായാലും സൂര്യ ആയാലും ജയനിർമ്മല ആയാലും എന്ന് പറയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കേസ് സത്യമാണെങ്കിൽ അത് നിസ്സാരമല്ല. ജയിൽ പൊളിഞ്ഞു വീണാലും അവർക്കൊരിക്കലും പുറത്ത് കിടക്കാൻ പറ്റാത്ത കേസാണ്. അവിവാഹിതായ ഒരു പെൺകുട്ടിക്ക് കൃത്രിമ ഗർഭധാനം നടത്തി, അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിക്കാൻ കേട്ടോ. പക്ഷെ ഞങ്ങളുടെ മകൾ ഇത് സമ്മതിക്കുന്നില്ല സർ. അവൾ പറയുന്നത് ഇത് അവളുടെ കാമുകന്റെ കുഞ്ഞാണെന്നാണ്. ഇത് കേട്ടതും വക്കീൽ പറയുന്നുണ്ട്, പെൺകുട്ടി പറയുന്നതിനാണ് കോടതി മുഖവിലക്കെടുക്കൂ. അപ്പൊ പ്രസീത പറയുന്നുണ്ട്, ഞങ്ങളുടെ മകളെ വീട്ടു തടങ്കലിൽ വെച്ചിട്ട് എല്ലാം ഇങ്ങനെ പറയിപ്പിക്കാൻ സർ, ഇതെല്ലാം ആ ഭാവനയുടെ ബുദ്ധിയാണ്. ഇത് കേട്ടതും അദ്ദേഹം ചിരിക്കേണ്ട. ഭാവന, സൂര്യ, ഈ രണ്ട് പേരുകളാണ് ഞാൻ ഈ കേസിൽ ഏറ്റെടുക്കാം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ പ്രസീതയും അജയനും മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സർ, സാറിനെ ഭാവനയെ അറിയാമെന്നോ? ഈ ഭാവനയും സൂര്യയും കൂടി ചേർന്നിട്ടാണ് എന്റെ കുടുംബത്തെ, എന്റെ അനിയനെയും ദ്രോഹിച്ചത്. ഇത് കേൾക്കുമ്പോൾ അജയൻ, ഇത് കൊള്ളാമല്ലോ, അപ്പോൾ പിന്നെ അവരെ കുറിച്ച് ഞാൻ സാറിന് കൂടുതലൊന്നും പറയേണ്ടി വരേണ്ടില്ലല്ലോ. ഇല്ല, നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു തന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് വക്കീലും പറയാൻ കേട്ടോ. അപ്പോൾ പ്രസീത പറയുന്നത്, ഞങ്ങൾക്ക് നീതി കിട്ടണം. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അതെന്തായാലും ലഭിക്കും. വനിതാ കമ്മീഷനിൽ ഇപ്പോൾ ഇരിക്കുന്നത് വസുന്ധര മാഡമാണ്. അവർ വാദിയെയും പ്രതിയെയും കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് ഈ കേസിന് സംസാരിക്കൂ. എല്ലാം ബൈഹാർട്ടാക്കിയ ശേഷമേ അവർ വിധി പറയുകയുള്ളൂ. ശരിക്കും സ്ത്രീകളെ സംരക്ഷിക്കാൻ അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ് വസുന്ധര ദാസ് മാഡം. അത് മതി സർ എന്ന് ആവേശത്തോട് പറയാൻ അജയൻ. അവരെന്തായാലും ന്യായത്തിന്റെ ഭാഗത്തെ നിൽക്കൂ, അതും കൂടി നോക്കണം. എന്തായാലും ഈ കേസിലെ പ്രതികൾ വന്നിരിക്കുന്നത് സമൂഹത്തിൽ നിലയും വിലയുള്ള ആളുകളാണ്. അവർ തന്നെ നിസ്സാരമായി തള്ളേണ്ട ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു പക്ഷേ ഇതിൽ ഒരു ചർച്ചയാകാനും വഴിയുണ്ട്. ഇത് കേൾക്കുമ്പോൾ പ്രസീത പറയുന്നുണ്ട്, അയ്യോ സർ, ഞങ്ങളുടെ മകളുടെ ഭാവിയാണ് ഇല്ലാതാവുക പുറത്തറിഞ്ഞാൽ എന്ന് പറയാണ്. അത് നിങ്ങൾ എന്തായാലും പേടിക്കേണ്ട. പെൺകുട്ടിയുടെ പേരോ നാടോ ഒന്നും പുറത്ത് പറയില്ല. എന്ത് വന്നാൽ നിങ്ങൾ ഈ കേസിൽ വിജയിക്കുക തന്നെ ചെയ്യും. സൂര്യക്കും ഭാവനക്കും ഉറക്കം നഷ്ടപ്പെടുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അജയനും പ്രസീതയും ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അജയനും പ്രസീതയും ഞങ്ങൾ വരാം സർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ. ശേഷം ആ വക്കീലെ ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ.